അപ്പോൾ നമ്മുടെ പേരയ്ക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടു പല വീഡിയോയിലായിട്ട്. പിന്നെ അതിനെ നമ്മൾ കട്ട് ചെയ്ത് കവറിലാക്കിയിട്ടും കണ്ടു. ഇപ്പോൾ അതൊക്കെ വേരൊക്കെ പിടിച്ച് കവറിൽ സെറ്റായിട്ടുണ്ട്. പഴയ ഇലകളൊക്കെ ഒരുവിധമുള്ളതിൻ്റെയൊക്കെ കൊഴിഞ്ഞു പോയി പുതിയ ഇലകളൊക്കെ പുതിയ തൂമ്പുകളൊക്കെ നാമ്പുകളൊക്കെ വന്നതായിട്ടാണ് നമ്മളതിൽ കാണുന്നത്. അപ്പോൾ ഇനി ഇതിന് വേണ്ടത് വളത്തേക്കാൾ കൂടുതൽ സൂര്യപ്രകാശമാണ്. ഇനി ഇതിന് വേണ്ടുവോളം സൂര്യപ്രകാശം കിട്ടിയെങ്കിലാണ് ഇത് നന്നായിട്ട് വേരൊക്കെ പിടിച്ച് നല്ല രീതിയിലൊക്കെ വളർന്നു കിട്ടുക. അപ്പോൾ അതിനുവേണ്ടി സൂര്യപ്രകാശത്തിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മളിതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. കാരണം ഇത് 2 ആഴ്ച കൊണ്ട് 3 ആഴ്ച കൊണ്ടൊക്കെ നല്ല രീതിയിൽ വളരണം എന്നുണ്ടെങ്കിൽ നല്ല സൂര്യപ്രകാശം വേണം. തീരെ തണലില്ലാത്ത നന്നായിട്ട് കിട്ടുന്ന സൂര്യപ്രകാശമുള്ളവർക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ 2 ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് വളർന്ന് ഇത് ചോദിച്ചവർക്കൊക്കെ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇതിനെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കുക, പിന്നെ കുറച്ച് ചാണകപ്പൊടിയോ മണ്ണോ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേരൊക്കെ മുകളിലേക്ക് പൊന്തി കാണും. അപ്പോൾ കുറച്ച് ചാണകപ്പൊടിയോ മറ്റോ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം പിടിച്ച രീതിയിൽ തന്നെയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ കൊറിയർ 2-3 പേര് ചോദിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുക്കാനുള്ളതാണ്. അതാണിത് ചെറിയ പാക്കിലാക്കി. ഇതുണ്ട് വേരുകളൊക്കെ പാഞ്ഞു വരുന്നത് ഇതുണ്ടോ. പിന്നെ കുറച്ച് വളപ്പൊടിയോ മണ്ണോ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ വേര് വരുന്നുണ്ട്. പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് കരുതേണ്ട, എല്ലാം ഉണ്ടാവും. ഇങ്ങനെ കാണുമ്പോൾ കരുതും. പിന്നെ ഇത് വേറൊരു ഐറ്റംസാണ്. ഇത് രണ്ടെണ്ണം. ഇത് പിന്നെ നമ്മൾ എയർ ലെയറിങ് വെട്ടിയപ്പോൾ കേട് വന്ന് വെറുതെ ഒന്ന് നട്ടു നോക്കിയതാണ്. അപ്പോൾ അതും പിടിച്ചു. അപ്പോൾ ഇനി ഇത് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഇതിന് ഇത്രയും സ്ഥലം മതി. എന്നാലിത് വളർന്നു വരുമ്പോൾ ഇവിടെ 1-2 വെക്കാനേ സ്ഥലം ഉണ്ടാവുള്ളൂ. അത് വളർന്ന പ്ലാന്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ട ഇപ്പോൾ വളത്തേക്കാൾ ഉപരി വെയിലാണ്. വെയിൽ കിട്ടിയ അതിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാം. ഇനി ഇതിന് എന്നും നനച്ചു കൊടുക്കണം. കാരണം നല്ല വെയിലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന ഒരു ദിവസം മുടങ്ങാൻ പാടില്ല. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചാണകപ്പൊടിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കിലോ പേരയാണെങ്കിൽ നമ്മൾ ഇത് രണ്ടും സാധാ പേരയാണ്, നല്ല ഇനം സാധാ പേരയാണ്. അപ്പോൾ ഇത് കുറേ പേര് ചോദിച്ചവരുണ്ട്, മാസങ്ങളായിട്ട് ചോദിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് നൽകാനുള്ള വളർച്ചയൊക്കെ എത്തിയാൽ നമ്മൾ വിവരം അറിയിക്കും. അപ്പോൾ ചോദിച്ചവർക്കും ഇനി വേണ്ടവർക്കും എല്ലാം നമ്മൾ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.